ഇന്ദ്രൻസേട്ടാ ഓക്കെ അല്ലേ? ഓക്കെ. എങ്ങനെ ഓക്കെ? സിനിമയുടെ കാര്യത്തിൽ ഓക്കെ. വേറെ നേരത്തിൽ ഓക്കെ അല്ലാത്ത എല്ലാം ഓരോന്നോരോന്ന്. ഹൈദരാലിയുടെ ഒരു രഹസ്യം ഞാൻ പറയാം. രണ്ടാം ഊഴത്തിലെ ഭീമനെ കുറിച്ചാണ് ചർച്ച. ആരത് ചെയ്യും, മോഹൻലാൽ ചെയ്യുമോ മമ്മൂട്ടി ചെയ്യുമോ എന്ന് ഇന്നും ചർച്ചയാണ്. എന്ന് പുറത്തു വരുന്നത് ഞാനിവിടെ പറയുന്നു, ഞങ്ങളുടേത് ഒന്നാം ഊഴത്തിലെ ഭീമനാണ് ഇരിക്കുന്നത്. ഒന്നാം ഊഴത്തിലെ ഞങ്ങളുടെ അഭിമാനമാണ്. മറ്റത് രണ്ടാമതേ ഇനി വരും. അത് രണ്ടാമതേ വരുള്ളൂ. ആദ്യം അതിനു മുമ്പ് ഇനി മമ്മൂക്കയ്ക്കാണെങ്കിലും മോഹൻലാലാണെങ്കിലും ഈ ഇതൊരു ബെഞ്ച് മാർക്ക് ഉയർത്തി വെച്ചിരിക്കുകയാണ്. ഇതിന്റെ മുകളിലേക്ക് പോകണം. ഈ ഭീമന്റെ മുകളിലേക്ക് അവർക്ക് പോകാൻ കഴിയുമായിരിക്കും. അതെ, ഈ ഭീമന്റെ മുകളിൽ വളരെ ഉയർന്ന തലത്തിൽ അവർക്ക് പോകാൻ കഴിയുമായിരിക്കും. പക്ഷേ ഇത് ഭീമനെ പോലെ അവർക്ക് ചെയ്യാൻ കഴിയില്ല. ഒരിക്കലും കഴിയില്ല. സാറ് പറയട്ടെ. തീർച്ചയായിട്ടും കഴിയില്ലോ. ഈ ഭീമനെ പോലെ അവർക്ക് ചെയ്യാൻ കഴിയില്ല. അത് പിന്നെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഞാനത് ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇന്ദ്രൻസ് പറഞ്ഞു, ഞാനത് പറഞ്ഞ അത് അഹങ്കാരമാണെന്ന് തെറ്റിദ്ധരിക്കുന്നത്. പുള്ളി പറഞ്ഞത് ഞാനത് പറയാൻ പാടില്ല. ഞാനത് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞോളൂ, ഞാനത് പറയാൻ പാടില്ല. എനിക്കിനി മമ്മൂക്കയായിട്ട് മോഹൻലാലുമായിട്ട് മത്സരിച്ച് എനിക്ക് കാണാനുള്ളതാണ്. അതെ, ഇനി അവരെ കാണാനുള്ളതാണ്. പക്ഷെ ഞങ്ങൾക്കറിയാം പണിയെടുക്കേണ്ടി വരും. അവര് പണിയെടുക്കേണ്ടി വരും. ഇത് ഈ ഭീമനെ കണ്ടതിന് ശേഷം അവർ ഒരുപാട് തയ്യാറെടുപ്പുകൾ ഇപ്പൊ തന്നെ അവർ കുറെ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. ഭീമനാകാൻ, MD സാറിന്റെ ഭീമനാകാൻ മാർച്ച് 7-ാം തീയതി. മാർച്ച് 7-ാം തീയതി സിനിമ കണ്ടതിന് ശേഷം അവര് ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്ന തയ്യാറെടുപ്പിന്റെ നേരെ വരും. അത്തരത്തിലുള്ള ഒരു ഭീമനെയാണ് ഇതിൽ നമ്മൾ കാണാൻ. വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. ഇതിലെ ഭീമൻ ഞെട്ടിക്കും. ഇന്ദ്രൻസേട്ടോ അത് പൊളിച്ചോട്ടോ. അവരൊന്നും കൂടെ തയ്യാറെടുക്കേണ്ട വരും അല്ലെ? അതിനകത്ത് ഇടയ്ക്കുണ്ടായാലും പറഞ്ഞു, വേറൊന്നുമില്ല, എനിക്ക് പണി വരില്ല, മമ്മൂക്കാനെയും മോഹൻലാലിനെയും ലാലേട്ടനെയും കാണാനുള്ളതെന്ന് പണി വരില്ലെന്നും കൂടെ പറഞ്ഞു. അതുകൊണ്ട് ജഗദീശ്വരനെ ഏൽപ്പിച്ച. അതെ, ഇത് ഞാൻ പറഞ്ഞു എനിക്കത് പറയാൻ ഒരു മടിയില്ല. ഈ പരിവാറിലെ ഭീമൻ മമ്മൂക്കയും മോഹൻലാലിനെയും ഞെട്ടിക്കും. അവർക്ക് ചെയ്യാൻ പറ്റൂല. അവർക്ക് ചെയ്യാൻ പറ്റില്ല. അത്ര ധൈര്യമായിട്ട് പറയുന്നില്ലേ ഇവര്? നടൻ പറയുന്നില്ലേ? സീരിയസ് ആയിട്ട്, ഇത് തമാശക്ക് പറയുന്നില്ല. പക്ഷെ വേറെ കാര്യം ഞാൻ പറയാം, അവര് ചെയ്യുന്ന രണ്ടാം ഊഴത്തിലെ ഭീമൻ ചെയ്യാൻ ഇന്ദ്രൻസിനും പറ്റില്ല, ചെയ്യൂല. അത് ഭീമൻ ഇനി ചെയ്യില്ല. അത് ചെയ്യില്ല. വേറെ ഉണ്ടല്ലോ, വേറെ പലതുണ്ടല്ലോ അതിനകത്ത്. അതിലെ വേറെ എന്തെങ്കിലും ചെയ്യാൻ അതിലെ ഭീമനെ ചെയ്യാൻ റെഡിയല്ല. ഇന്ദ്രൻസേട്ടാ എന്തായാലും രസമാണ്. എനിക്ക് ഈ ഭീമനെ കാണാൻ 7-ാം തീയതി വരെ ഫിഗർ വെച്ചിട്ടല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ച് വേണമെങ്കിൽ ബോഡി വെച്ചിട്ട് രണ്ടാം മുഴുവൻ ചെയ്യാൻ പറ്റും. പക്ഷെ അതൊന്നും വേണ്ട. ഈ ഭീമൻ മതി. ഈ ഭീമൻ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയും. ഇതൊരു 1.5 ഭീമനാണ്. അതല്ലേ, കാത്തിരിക്കാം 7-ാം തീയതി വരെ. 7-ാം തീയതി വരെ പ്രഷർ കാത്തിരിക്കുക. ഇത് ഈ ഭീമനെ നിങ്ങൾ പറയേണ്ടതായി വരും, പലതും നിങ്ങൾക്ക് കാണേണ്ടതായി വരും. യാതൊരു മാറ്റവും ഇല്ല. എങ്ങനെ പോകുന്നു ഭീമൻ എന്ന് പറഞ്ഞാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഈ പഞ്ചപാണ്ഡവന്മാരെയൊക്കെ കെട്ടി നിർത്തൂല്ലേ, അതിൽ ഏറ്റവും അഴകുള്ള ഭീമനാണ് ഈ സിനിമയിലെ ഭീമൻ. ഇത് എന്തൊക്കെ ഉണ്ടോ ഉണ്ട് ഈ സിനിമയിൽ, വെറുതെ പറയില്ലല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ പറയില്ല, ഇത് തന്നെ ഭീമനെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജഗദീഷ് ചേട്ടി. ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തൊക്കെ ഉണ്ട് ഇതിനകത്ത് ഉണ്ട്. എനിക്ക് യാതൊരു മാറ്റവും ഇല്ലാന്ന് എനിക്ക് ഉറപ്പാണ്. ഇതില് ഞാനൊക്കെ ഇതിനകത്ത് എന്താ പറയാ, നർമ്മമുള്ള ഒരു കഥാപാത്രം തന്നെയാണ് ചെയ്യുന്നത്. സഹദേവൻ നമ്മുടെ ചെറിയച്ഛൻ്റെ ഉപദേശമൊക്കെ സ്വീകരിച്ച്, പക്ഷെ ചെറിയച്ഛൻ്റെ ഉപദേശം സ്വീകരിക്കാത്ത ആളാണ് ഇതിനകത്ത് ഭീമൻ. ശ്രീകൃഷ്ണന്റെ ഉപദേശവും ശകുനിയുടെ ഉപദേശവും ആയിക്കോട്ടെ, ആരുടെ ഉപദേശം ആയിക്കോട്ടെ, സ്വീകരിക്കാത്ത ഒരാളാണ് ഇതിലെ ഭീമൻ. അപ്പൊ മനസ്സിലായില്ലേ? ഞാനും പ്രശാന്ത് അലക്സാണ്ടറിന്റെ നകുലനും ഒക്കെ ചെറിയച്ഛൻ പറയുന്ന അനുസരിക്കും, ഈ അമ്മയെ അനുസരിക്കും. പക്ഷെ ഇത് അതനുസരിക്കില്ല. സ്വന്തമായ വ്യക്തിത്വമുള്ള ഭീമനാണ്. എങ്ങനെ മസില് അത്ര ഇല്ല, മസിലില്ല. മസില് വേണ്ടല്ലോ നമുക്ക്. മസിൽ എന്തിന് മസില്? മനസ്സുണ്ടെങ്കിൽ എന്തിന് മസില്? ഒരു കാര്യമില്ല. എനിക്ക് വല്ല മസിലുണ്ടോ? അതെ, ഉണ്ടോ? അപ്പൊ ഓക്കെ അല്ല നമ്മളുണ്ട്. ഓക്കെ ചേട്ടാ, നമ്മൾ എവിടെയും കയറി ചെന്ന് എന്ത് നമ്മൾ ഞാൻ എവിടെയും കയറി ചെന്ന് വാർത്തയാണല്ലോ ഈ ഭീമൻ എവിടെയും കയറി ചെന്ന് കുറെ കാര്യങ്ങൾ ഈ സിനിമയിൽ കാണിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോ ഈ ഭീമനാന്ന് കേട്ടപ്പോ എന്താ തോന്നിയത്? അതുകൊണ്ട് മാത്രമാണ് ഞാൻ കമ്മിറ്റ് ചെയ്തത്. അതിൽ വേറൊരു ക്യാരക്ടറാണെങ്കിൽ ഞാൻ സത്യത്തിൽ ഉണ്ടാവും. രണ്ടാന്ന് പറയും ഭീമൻ കേട്ടപ്പോ തന്നെ ചാടി വീണു. അതാണ് ഇന്ദ്രൻസേട്ടാ, ഇത് എവിടെ പോകണമെന്ന് എനിക്ക് മനസ്സിലാണുള്ളത്. വളരട്ടെ, മലയാള സിനിമ വളരട്ടെ.
മലയാള സിനിമ വളരെ ബേസായിട്ട് അത് വളരണം. അതിൽ ഭീമനായ ഉത്സവം ബഹദും ഒക്കെ തയ്യാറായി ഇറങ്ങിയിരിക്കുക. ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ കൂടെ നിന്നാ മതി. കൂടെ നിന്നാ മതി. നിന്ന് കൊടുത്താൽ മതി. ഞങ്ങൾ 4 പേരും കൂടെ നിന്ന് കൊടുത്താൽ മതി. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.